കരൂർ ദുരന്തത്തിൽ മദ്രാസ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അന്വേഷണം ആരംഭിച്ചേക്കും. കരൂർ പോലീസിൽ നിന്ന് അന്വേഷണ രേഖകൾ കൈപ്പറ്റാൻ നോർത്ത് IG അസ്ര ഗാർഗ് കരൂരിലെത്തുമെന്നാണ് വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി CT നിർമ്മൽകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തേക്കും. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ഇന്നലെ അതിരൂക്ഷ വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതി TVKക്കെതിരെ ഉന്നയിച്ചത്. ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ മറ്റ് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? മറ്റ് വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കരൂർ ദുരന്തത്തിൽ അന്വേഷണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരൂർ DSPയുടെ നേതൃത്വത്തിലാണ്. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം നടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ കരൂർ DSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അത് മാറ്റി അത് ഈ നോർത്ത് സോൺ IG ആയിട്ടുള്ള അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം അന്വേഷിക്കണം എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ അന്വേഷണം ഇന്ന് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. എത്രയും വേഗം ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ സംഘത്തിന് കൈമാറണമെന്ന് ഇന്നലെ കോടതി അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ അസ്ര ഗാർഗ് കരൂരിലെത്തും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ രേഖകൾ കൈപ്പറ്റിയ ശേഷം അതിലെ പ്രാഥമിക അന്വേഷണം ഇന്ന് തന്നെ ആരംഭിക്കും. അപകട സ്ഥലമടക്കം സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ തേടും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. അപ്പോൾ ആ തരത്തിൽ അന്വേഷണം ആ നിലയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും രൂക്ഷ വിമർശനം നേരിട്ടൊരു കേസായതിനാൽ തന്നെ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം. അതിലൊരു ടൈം ഫ്രെയിം കോടതി നിർദ്ദേശിച്ചിട്ടില്ല. ഇത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ റിപ്പോർട്ട് നൽകുന്നത് വൈകിയാൽ ഒരുപക്ഷെ വീണ്ടും കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം നേരത്തെ TVKക്കെതിരെ മാത്രമല്ല സർക്കാരിനെതിരെയും പോലീസിനെതിരെയും കൂടിയൊക്കെ മദ്രാസ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ വിമർശനം ഉണ്ടാകുമെന്നുള്ളതിനാൽ വേഗം റിപ്പോർട്ട് നൽകാനാണ് സാധ്യത. മാത്രമല്ല ഈ TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N. ആനന്ദിനെയും ഒപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി നിർമ്മൽകുമാർ ഇവർ രണ്ടുപേരുടെയും ജാമ്യ ഹർജി ഇന്നലെ രാത്രിയോടുകൂടിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരി ബെഞ്ച് തള്ളുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഇരുവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നീക്കം കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത്രയും വിമർശനമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ അറസ്റ്റ് അത് ഒരു തരത്തിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കില്ല എന്ന ചിന്തയാണ് ഇപ്പോൾ സർക്കാരിനുമുള്ളത്. കാരണം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നലെ പോലീസിനോടും ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടും നിങ്ങളാകെ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്, ഇത്രയും നടപടികൾ മാത്രമേ സ്വീകരിച്ചുള്ളൂ എന്നുള്ള ചോദ്യം പോലീസിന് നേരെ ഉയർത്തിയതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യേക ഒരു അന്വേഷണ സംഘം വരുന്നത്. TVKയുടെ പ്രധാന നേതാക്കളിലേക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? മറ്റൊന്ന്, വിജയ്ക്കെതിരെ നിലവിൽ കേസില്ല എന്നുള്ളതാണ്. അതിൽ തുടർ നടപടികൾ ഏത് തരത്തിലാണ്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആലോചനകൾ എങ്ങനെയാണ് റഹീസ്? ഇതിൽ ഈ 2 നേതാക്കളെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയായിരുന്നു പോലീസ്. 2 ദിവസം മുമ്പ് ഒരു 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് ഈ 2 പേർക്കെതിരായ അന്വേഷണവും ഒപ്പം തന്നെ ഇവരെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇവർ ഒളിവിലെന്ന് പോലീസ് പറയുമ്പോഴും ഇവർ പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം. രണ്ടാമത്, സർക്കാർ ഇന്നലെ തങ്ങൾക്കെതിരെ വിമർശനമൊക്കെ ഉണ്ടായെങ്കിലും അത് വലിയ കാര്യമാക്കുന്നില്ല. അത് തങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന നിലയിലാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ DMK വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെ വിമർശനം ഉണ്ടായെങ്കിലും അത് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായത് വിജയ്ക്കെതിരെയാണ്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഒരു കേസ് എടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിജയ്ക്കെതിരെ തന്നെ കേസ് എടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിനെതിരെയാകും. കോടതി കൂടുതൽ വിമർശനം ഉന്നയിക്കുക സർക്കാരിനെതിരെയാകും. അപ്പോൾ അത് തടയിടാനായി ഇനി എപ്പോൾ വേണമെങ്കിലും കോടതി പരാമർശങ്ങൾ മുന്നിൽ നിൽപ്പുണ്ട്. ഒപ്പം തന്നെ പുതിയ അന്വേഷണ സംഘം വരുന്നു. അത് CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അത് ഒപ്പം തന്നെ പുതിയ അന്വേഷണ സംഘം വരുമ്പോൾ അതിൽ വിജയ്ക്കെതിരായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ പരാമർശങ്ങൾ അദ്ദേഹത്തിനെ പ്രതി ചേർക്കുക, അറസ്റ്റ് ചെയ്യുക എന്നിവയൊക്കെ ഉണ്ടായാൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ അത്ര വലിയൊരു ഇതുണ്ടാകില്ല. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിമർശനങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നിലവിൽ സർക്കാർ ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കരുതുന്നത്. എന്തായാലും സ്റ്റാലിന്റെ തീരുമാനം തന്നെയാണ്. നേരത്തെ കേസ് എടുക്കാതിരുന്നതും സ്റ്റാലിന്റെ തീരുമാനമായിരുന്നു. അതിൽ BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നുള്ള ഒരു ആക്ഷേപം വരുമെന്നൊക്കെ കരുതി. എന്തായാലും അതിലൊരു കോൾ എടുക്കുകയും അതൊരു രാഷ്ട്രീയ കോള് തന്നെ ആയിരിക്കും. TK ശരി, മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.